ജർമ്മൻ ഇനി റിസൾട്ടുകൾ എടുത്ത് പഠിക്കാം. നീതൂസ് അക്കാഡമി, ദി ബെസ്റ്റ് ലാംഗ്വേജ് അക്കാഡമി ഇൻ കേരള. കുട്ടികളാണ് എൻ്റെ അടുത്ത് കൂടുതൽ വരുന്നത്. അതായത് പെൺകുട്ടികൾ വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വരുന്നത് ആ ഒരു കോളേജ് ഏജിലുള്ള പറ്റും പറഞ്ഞാൽ ഓണസ്റ്റ്ലി പറഞ്ഞാൽ അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ സ്റ്റേജ് ഓഫ് ദി ഗെയിം ഇസ് വെരി ഹാർഡ് ടു പ്രെഡിക്റ്റ്. ഉണ്ടാവണം, ഇവരൊക്കെ ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. ജിമ്മു ചേട്ടൻ എന്തായാലും ഉണ്ടാവും, ജാസ്മിൻ ഉണ്ടാവും. ഇവരുടെ ഒരു ഗെയിം സ്ട്രാറ്റജി ഇല്ലാണ്ടായി. പക്ഷെ പിന്നെ ഞാൻ നോക്കി, പിന്നെ എനിക്ക് മനസ്സിലായി പുള്ളി പറയുന്നത് എന്താണെന്നുള്ളത്. അപ്പോൾ കാരണം ഇനി ഞാൻ ഗെയിമിൽ ഇടപെട്ടിട്ട് കാര്യമില്ല. ഇനി ഞാൻ ഗെയിമിനെ കുറിച്ച് സംസാരിച്ചത് കൊണ്ടോ ഗെയിമിനെ കുറിച്ച് ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇവിടെ അങ്ങനെ എങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ്സ് എ ഗെയിം. ഇനി അത് അവരുടെ ഗെയിമാണ്, അപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഗെയിമാണ്. അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അൺഫെയർ ആണ്, തികച്ചും അനീതിയാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ശരിക്കും തുടക്കത്തിൽ അതുപോലെ ഈ സിജു റോക്കി ഒരു വിഷയം ഉണ്ടായിരുന്നു, ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് റോക്കി പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നു, സിജുവിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റണം. ശരിക്കും നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ സിജു ഇത്രയും സീരിയസ് ആയിരുന്നു? കാരണം അവന്റെ ടോട്ടൽ തോന്നില്ലായിരുന്നു. സിജു ആ പെയിൻ മാക്സിമം ഒതുക്കി അടക്കി പിടിച്ചിട്ടാണ് സംസാരിച്ചത്. ചോര തുപ്പിയതൊക്കെ ശരണ്യ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഞാനൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല അത് അത്രയും സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി ആണ്. നമുക്ക് അകത്തുനിന്ന് ഒരു നോളജും കിട്ടിയിട്ടില്ല. 100% സിജോന് ഫ്രാക്ചർ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെയുള്ളവരെല്ലാവരും സിജോനെ കുറിച്ച് അന്വേഷിച്ചേനെ. പക്ഷെ സിജോ പോയ ഒരു സിറ്റുവേഷനിൽ സിജോ വാസ് വെരി കാം. പുള്ളി പ്രത്യേകിച്ചൊന്നും കാണിക്കാത്തതുകൊണ്ടാണ് നമ്മൾ അത്ര സീരിയസ് ആയിട്ട് എടുക്കായിരുന്നത്. എന്നാലും എനിക്ക് ആക്ച്വലി അത് ലാലേട്ടന്റെ പെർസ്പെക്ടീവിൽ നോക്കുമ്പോൾ വാട്ട് ഹി സെഡ് ഇസ് കറക്റ്റ്. നമ്മൾ ക്യാമറയിൽ പോയി ആരും ചോദിച്ചിട്ടില്ല, ആരും ശ്രീലേഖ ആരോ ഒരാൾ കൂടി ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ നമ്മളെല്ലാവരും അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ക്യാമറയിൽ അങ്ങനെ പോയി സംസാരിക്കുന്ന ഒരു വ്യക്തി അല്ലാത്തതുകൊണ്ട് എനിക്ക് അത് അത്രത്തോളം ഫെയർ ആയിട്ട് ഫീൽ ചെയ്തില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് അത് ഫെയർ ആയിട്ട് ഫീൽ ചെയ്തില്ല. പക്ഷെ പുള്ളിയുടെ പെർസ്പെക്ടീവിൽ ഇറ്റ്സ് റൈറ്റ്. ക്യാമറയിൽ പോയി ചോദിക്കേണ്ടത് ഞങ്ങളുടെ കടമയായിരുന്നു. ചോദിച്ചില്ല. സിജോ ചോദിച്ചു എന്ന് പറഞ്ഞു ഒരുപാട് തവണ. നമ്മൾ കാണുന്നത് സിജോ പറഞ്ഞു പറഞ്ഞു. അപ്പോൾ ഇറ്റ്സ് അൺഫെയർ. നമ്മൾ കാണിച്ചതും അൺഫെയർ ആണ്. ഫേക്ക് ആയിട്ട് നിൽക്കുക പറഞ്ഞാൽ ഫേക്ക്നെസ്സിലും പലതരം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫേക്ക്നെസ് ഉണ്ട്. അതായത് അവിടെ ഉള്ളവരോട് ഫേക്ക് ആയിട്ട് നിൽക്കുന്നവരുണ്ട്, പുറത്തായിട്ടുള്ളവർ ഫേക്ക് ആയിട്ട് നിൽക്കുന്നവരുണ്ട്. അതായത് ഓഡിയൻസിന് ഫേക്ക് ചെയ്യുന്നവരും കണ്ടസ്റ്റൻസിനെ ഫേക്ക് ചെയ്യുന്നവരുണ്ട്. ഐ ഫീൽ ലൈക്ക് നോറ ഇമോഷണലി കുറച്ച് ഫേക്ക് ആയിട്ട് നിൽക്കുന്നവരെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫേക്കിന്റെ മെയിൻ ആള് ഓരോ ദിവസവും ക്യാരക്ടർ വരുന്ന ആള് അത്യാവശ്യം. പക്ഷെ അത് പുള്ളിയുടെ ടാലന്റ് ആണ്. വെരി എക്സ്പെക്ടഡ്. അതിൽ പ്രത്യേകിച്ച് എനിക്ക് അനുഭവമൊന്നുമില്ല. കാരണം നമ്മളുടെ ഓഡിയൻസിനെ കുറ്റമായിട്ടല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമുക്ക് വില്ലനിസം അല്ലെങ്കിൽ ആ ഒരു ഇതിനെ മാസായിട്ട് കാണുന്ന ഒരു മാസ് ഓഡിയൻസ് ഉണ്ട്. അതാണ് മാസ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ പിന്നെ പുള്ളി കാണിക്കുന്ന പുള്ളി ഗെയിമർ, ഇസ് എ ഗുഡ് ഗെയിമർ ഇൻ ദ സെൻസ് ഐ ഡോണ്ട് അക്സെപ്റ്റ് ഹിസ് ഗെയിം. എനിക്ക് ഒരു റെസ്പെക്ട് ഇല്ല പുള്ളി കളിക്കുന്ന ഗെയിമിനോട്. പക്ഷെ പുള്ളിയുടെ ഗെയിം തന്നെയാണ്. അതുകൊണ്ടാണ് പുള്ളിയുടെ അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. പുള്ളിക്ക് അറിയാം എന്ത് സാധനം കൊടുക്കണം, എവിടെ കൊടുക്കണം, ആരെ ടാർഗറ്റ് ചെയ്യണം, എങ്ങനെ ടാർഗറ്റ് ചെയ്യണം, പുറത്തേക്ക് എങ്ങനെ പോകും, ഒറ്റപ്പെടേണ്ട സ്ഥലത്ത് ഒറ്റപ്പെടും, തെറ്റ് പറ്റി കഴിഞ്ഞാൽ അതിനെ കൃത്യമായിട്ട് മറച്ചു വെക്കാനും അതിനെ മറച്ചു പിടിച്ച് കൃത്യമായിട്ട് വേറെ ടോപ്പിക്കിലേക്ക് എല്ലാം പുള്ളിക്ക് അറിയാം. അപ്പൊ അതാണ് ഈ ഗെയിം. അത് ഇതിൽ തെറ്റോ ശരിയോ ഇല്ല. ഈ ഗെയിം എല്ലാം ഒരു പെർസ്പെക്റ്റീവ് ആണ്. എന്റെ പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്തത് ശരിയായിരിക്കും, അൻസിബയുടെ പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ അൻസിബ ചെയ്തത് ശരിയായിരിക്കും. പരസ്പരം തെറ്റുമായിട്ടും ഫീലും ചെയ്യാം. അപ്പൊ ഇതെല്ലാം ഒരു പെർസ്പെക്റ്റീവിന്റെ ഡിഫറൻസ് മാത്രമാണ്. അല്ലാതെ ഈ ഗെയിം ഒരിക്കലും തെറ്റോ ശരിയോ ഇല്ല. ജിന്ദു ചേട്ടൻ ഒരു നല്ല ഗെയിമറാണ്, പക്ഷെ he does a lot of fake game. ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ആ സമയത്ത് ഉണ്ട്, ഹേറ്റേഴ്സ് ഉണ്ടെങ്കിൽ കൂടെ തന്നെ. അപ്പൊ അത് പുറത്ത് വന്നപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അപ്പൊ എല്ലാവരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒറ്റയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ ആ ഒരു വാക്ക്. എന്റെ അഭിപ്രായത്തിൽ ഞാൻ ഇപ്പോഴും പറയും, ഞാൻ ഒറ്റയ്ക്കാണ് കളിച്ചിട്ടുള്ളത്. ഞാൻ ഒരുമിച്ച് നിന്നു എന്ന് വിചാരിച്ചിട്ടാണ് ഒറ്റയ്ക്കുള്ള കളികൾ. പക്ഷെ അങ്ങനെ ഒരു കേൾക്കുമ്പോൾ, അതായത് മറ്റൊരാളുടെ ചെവിയിൽ മറ്റൊരാളുടെ വായിൽ നിന്നും നമ്മൾ കേൾക്കുന്ന കാര്യം നമ്മൾ ഒരുപാട്
ഇൻഫ്ലുവൻസ് ചെയ്യും. അതായത് ഇപ്പൊ എന്നെ നെഗറ്റീവായിട്ട് കാണിച്ചാൽ കാണുന്നവന്, അതായത് ഇവൻ വില്ലനാണ് എന്ന് പറഞ്ഞ് കാണിച്ചാൽ 80% ഓഫ് ദ പീപ്പിൾ വിൽ ഫീൽ ലൈക്ക് ഇസ് ദ വില്ലൻ. അവർക്ക് പറഞ്ഞ വില്ലനായിട്ട് തോന്നിയില്ലെങ്കിലും അവരുടെ മനസ്സ് പറയും വായിച്ചതുകൊണ്ടായവ വില്ലനാണ്, ഓക്കെ ഇവൻ വില്ലനാണ്. അങ്ങനെ ആവാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ചെയ്തത് ആൾക്കാർക്ക് കണക്ട് ആയിട്ടുണ്ടാവില്ല. ഗെയിം ഞാൻ ഒറ്റയ്ക്കാണ് കളിച്ചിട്ടുള്ളൂ. ഗെയിമിൽ ഞാൻ ഒരിക്കലും ജാസ്മിന്റെ ഹെൽപ്പ് നേടിയിട്ടില്ല, സപ്പോർട്ട് ചെയ്തിട്ടില്ല. ജാസ്മിന്റെ ഫൈറ്റുകളിൽ ഇൻഫാക്ട് ഞാൻ പറയാറുണ്ട്, ജാസ്മിൻ ഋഷിയായിട്ട് അല്ലെങ്കിൽ ജാസ്മിന്റെ റോക്കിയുടെ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഋഷിയുടെ അടുത്ത് പറഞ്ഞാൽ ഋഷി ചോദിച്ചാൽ പറയും, ഋഷിയുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് അവളുടെ ഫൈറ്റ്, ഞാൻ അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല, അത് അവളുടെ ഗെയിമാണ്, ഞാൻ അതിൽ ഇടപെട്ടാൽ അവളുടെ ഗെയിം ഡൗൺ ആവും. ആസ് എ ഫ്രണ്ട് ഐ ഡോണ്ട് വാണ്ട് ഗെയിം ടു ഗോ ഡൗൺ. ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ അവളുടെ ഗെയിം ഒരിക്കലും മോശമാക്കാനല്ല, അത് സ്ട്രോങ് ആക്കാനാണ് ഞാൻ ആഗ്രഹിക്കുള്ളൂ. അപ്പോൾ എനിക്കൊരു ഒപ്പോണന്റും വരും. തുടക്കം മുതൽ പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ജാസ്മിൻ എനിക്ക് എതിരെ നിൽക്കേണ്ട ദിവസം വന്നാൽ ഞാൻ നിൽക്കും. നമുക്ക് ഓപ്പോസിറ്റ് മത്സരിക്കേണ്ട ദിവസം വന്നാൽ മത്സരിച്ചിട്ടുണ്ട്. എത്രയോ ടാസ്കുകളിലെതിരെ വന്ന സമയത്ത് ഞങ്ങൾ അത്രയും കയർത്ത് സംസാരിച്ച് അത്ര അടി ഉണ്ടാക്കിയിട്ടുണ്ട്, പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ അവിടെയാണ് മെച്യൂരിറ്റി വരുന്നത്. അതൊരു ഗെയിമാണെന്ന് മനസ്സിലാക്കി, ഒരു ടാസ്കാണെന്ന് മനസ്സിലാക്കി വിഷമമായിട്ടുണ്ടെങ്കിൽ പോലും അതിനവിടെ വിട്ട് വീണ്ടും നമ്മുടെ സ്നേഹത്തിലേക്ക് അല്ലെങ്കിൽ സൗഹൃദത്തിലേക്ക് വരുന്നവർക്കാണ് മെച്യൂരിറ്റി. പക്ഷെ അതിനെ ഫേക്ക്നെസ് കാണുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. അഭിഷേക് പുറത്തു വന്നപ്പോൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതായത് അദ്ദേഹം അവിടെ പെർഫോം ചെയ്ത പല കാര്യങ്ങളും പുറത്തേക്ക് വന്നിട്ടില്ല. അങ്ങനെയൊക്കെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഞാൻ എപ്പിസോഡുകൾ അങ്ങനെ ഫുള്ളായിട്ട് കാണുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞൂടെ എന്താ വന്നിട്ടുള്ളത്. പക്ഷെ അഭിഷേക് അതിനകത്ത് അത്ര ഗബ്രിയുടെ ഒരു കാര്യത്തില് അങ്ങനെ വരാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? എനിക്കറിയില്ല. എന്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു നല്ലതായിട്ട് ഞാൻ ചെയ്ത ഒരുപാട് കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഹേറ്റ്. ഐ ഡൺ എ ലോട്ട് ഓഫ് ഗുഡ് സ്റ്റഫ്. അത് കണ്ടിട്ടുള്ള ഒരു ലൈവിലുണ്ട്. ലൈവ് കണ്ടവരിൽ, അതുകൊണ്ടാണ് ലൈവ് കണ്ടവർക്ക് എന്നോട് ഒരു സോഫ്റ്റ് കോർണർ അല്ലെങ്കിൽ ഒരു കൺസിഡറേഷൻ ഉള്ളത്. എപ്പിസോഡിൽ ചിലപ്പോൾ കാണിക്കുന്നത് ആ ഒരു കൈപിടുത്തം അല്ലെങ്കിൽ കെട്ടിപ്പിടുത്തം മാത്രമായിരിക്കാം. ഓരോരുത്തരുടെ അവരുടെ എഡിറ്റിംഗ് സ്റ്റൈൽ അവർക്ക് തീരുമാനിക്കാം. ഞാൻ എങ്ങനെ ഗെയിം കളിക്കുന്നത് ഞാൻ തീരുമാനിക്കുന്ന പോലെ തന്നെ അവർക്ക് തീരുമാനിക്കാം അവർക്ക് എങ്ങനെ എന്ത് കൊടുക്കണം എന്നുള്ളത്. എപ്പിസോഡിൽ ആരിടണം എന്തിടണം എന്നുള്ള എല്ലാം അവരുടെ ബിസിനസ് അല്ലെങ്കിൽ അവരുടെ പെർസ്പെക്റ്റീവിലാണ് അവർ ചെയ്യുള്ളൂ. അതിൽ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ പരിഭവങ്ങളൊന്നുമില്ല. അത് സോൾ പാർട്ട് ഓഫ് ദ ഗെയിം. അകത്ത് ഞാൻ ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ ലൈവിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പാട്ട് പാടുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മൾ ഫൺ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴാണെങ്കിലും കോമഡി ഇഷ്ടംപോലെ കോമഡിയും ഫണ്ണി സ്റ്റഫ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ലൈവിൽ മാത്രമേ വന്നിട്ടുള്ളൂ. റെഡിറ്റിൽ ഒരു പേജ് ഉണ്ട്, മലയാളം ബിഗ് ബോസ് സീസൺ 5 എന്ന് പറഞ്ഞിട്ട്. അതിൽ ദേ ഡു എ ലോട്ട് ഓഫ് ഡിസ്കഷൻ അബൌട്ട് ഓൾ ഓഫ് ദിസ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് കണ്ടിട്ടുള്ള ഒരുപാട് ആളുകളെ ഞാൻ കണ്ടു. അതായത് അവർക്ക് എൻ്റെ പാട്ടുകൾ ഇഷ്ടമാണ്, എൻ്റെ പ്ലേലിസ്റ്റ് ചോദിച്ചവരെന്നോട്. പിന്നെ പറഞ്ഞു ഇന്ന മീമുകളുണ്ട്, ഇതൊക്കെയാണ് മീമിലോളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവിൽ കാണുന്നവർ ഒരുപാട്. എന്നാൽ അവർ ടോക്സിസിറ്റിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്, ഡോക്ടറി ഗ്യാസ് ലൈറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞിട്ട് അതിനെ ക്രിട്ടിസൈസും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ഹെൽത്തി ക്രിറ്റിസിസമാണ്. അത് നമുക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ഹെൽത്തി ആയിട്ട് ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് അവരുടെ നല്ലതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തെറ്റ് കാണുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. തെറ്റ് ചെയ്തവരെ അടച്ചാക്ഷേപിച്ച് ഉപദ്രവിക്കുന്നത് ഇസ് എ റോങ് പ്രവണത. നമുക്കറിയാം അവിടെ തന്നെ ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട്. അപ്പോൾ പക്ഷേ അപ്പോൾ ഇത് കുറച്ച് എപ്പിസോഡ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേനും ആള് തന്നെ വരെയും സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് പറയും. അങ്ങനത്തെ കുറച്ച് വിഷയങ്ങൾ പുറത്ത് നടന്നിട്ടുണ്ടായിരുന്നു. എന്താണ് ആ ഒരു വിഷയത്തിൽ? അതൊരു തെറ്റിദ്ധാരണയാണല്ലോ. അതിൽ ഗബ്രിയുടെ ഒരു നിലപാട് എന്താണ്? എനിക്ക് തോന്നുന്നത് ജാസ്മിൻ ഇറങ്ങി സംസാരിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ജാസ്മിന്റെയും എന്റെയും പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഗെയിമിൽ നിന്നുള്ള പെർസ്പെക്റ്റീവ് അതുവരെ ആരും കേട്ടിട്ടില്ല. പുറത്ത് നിൽക്കുന്നവർ അവരടക്കം, അതായത് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള വ്യക്തികൾ പോലും കേട്ടിട്ടുള്ളത് അവരുടെ പെർസ്പെക്റ്റീവാണ്. ഓഡിയൻസ് കേട്ടിട്ടുള്ളത് പുറത്തുള്ളവരുടെ പെർസ്പെക്റ്റീവാണ്. അകത്തുള്ളവരുടെ പെർസ്പെക്റ്റീവ് എന്താണ്, അകത്തുള്ളവർ എന്താണ് അനുഭവിച്ചതെന്ന് ഇതുവരെ ആരും കേട്ടിട്ടില്ല, ചോദിച്ചിട്ടില്ല. അപ്പോൾ ആ അനുഭവിച്ച കാര്യങ്ങൾ സംസാരിച്ചു കഴിയുമ്പോൾ മിക്കവാറും, അതായത് അതിലെനിക്ക് 100% നമുക്കൊന്നും ഒരാളുടെയും കാര്യത്തിൽ ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. പക്ഷെ ഐ ഫീൽ ലൈക്ക് വ്യക്തമാവും. കാരണം നമ്മൾ അതിൻ്റെ അകത്ത് തെറ്റ് ചെയ്തിട്ടില്ല. കൂടെ നടക്കുന്നതോ ഒരുമിച്ച് കൈപിടിച്ചിരിക്കുന്നതോ ഒരു ഉമ്മ കൊടുക്കുന്നതോ തെറ്റല്ല. എൻ്റെ അഭിപ്രായത്തിൽ തെറ്റല്ല, എൻ്റെ വീട്ടുകാരുടെ അഭിപ്രായത്തിലും എനിക്കറിയാവുന്നവരുടെ അഭിപ്രായത്തിലും തെറ്റല്ല. അത് തെറ്റല്ല എന്ന് എനിക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ ഒരുപാട് പേരുണ്ട്. തെറ്റാണെന്ന് അഭിപ്രായമുള്ളവരുണ്ട്. എല്ലാം ബാക്ക്ഗ്രൗണ്ടിന്റെ പ്രശ്നം, നമ്മുടെ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ നമ്മുടെ വിഷന്റെ പ്രശ്നമാണ്. നമുക്ക് ചില കാര്യങ്ങൾ ഫിസിക്കൽ ഇന്റിമസി തെറ്റായിട്ട് തോന്നിയാൽ ഓക്കെ, അവർക്ക് അത് ഐ റെസ്പെക്ട് ദാറ്റ് ഡിസിഷൻ. പക്ഷെ ക്രിട്ടിസൈസ് ചെയ്യാം, അത് തെറ്റാണെന്ന് പറഞ്ഞാൽ അവർ ഉപദ്രവിക്കരുത്. അതിലാണ് ഡിഫറൻസ്. ഇപ്പൊ പുറത്ത് നടന്ന ഇഷ്യൂസ് ആണെങ്കിൽ എന്റെ വീട്ടുകാരുടെ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞു എന്തുകൊണ്ടാണ് അവർ റിയാക്ട് ചെയ്തത്. അത്രയും ഹെയ്റ്റാണ് വന്നത്, വെറുപ്പാണ് വന്നത്. അത്രയും വെറുപ്പ് ചെയ്യാൻ രണ്ടുപേര് സ്നേഹിച്ചു, അവർ അഭിനയിച്ചതാണെങ്കിൽ പോലും ഇത്രയും വെറുക്കേണ്ട ആവശ്യമുണ്ടോ? കൊലപാതകവും മറ്റേ ഭയങ്കര അത്ര ഫസ്റ്റ് ഡിഗ്രി ഇതൊന്നും അല്ലല്ലോ ചെയ്തത്.
ചെറിയൊരു ഗെയിമിന്റെ ഇടയിൽ ഇവരെന്തെങ്കിലും പ്ലാൻ ചെയ്ത് ചെയ്താൽ തന്നെ വിചാരിക്കാം ഹൈപ്പത്തറ്റിക്കലി. എന്നാൽ പോലും ഇത്രയും ഹേറ്റ് വെറുക്കേണ്ട ആവശ്യമുണ്ട്? ഒരു ഗെയിമിൽ രണ്ടുപേരും ഒരുമിച്ച് നടന്നെങ്കിൽ അത്രയും വെറുപ്പ്. കാണണ്ടെങ്കിൽ കാണരുത്. അതായത് ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല, ഷോ കാണാൻ പറ്റുന്നില്ല, കാണാൻ താല്പര്യമില്ലെങ്കിൽ കാണരുത്. അതാ ഞാൻ പറഞ്ഞത് കുട്ടി, അതായത് ഏഷ്യാനെറ്റും ഇത് ഹൈലൈറ്റ് ചെയ്യാൻ ഉറപ്പായിട്ടും എന്തിനാണോ ട്രാക്ഷൻ ഉള്ളത് അതാണ് അവർ വിൽക്കോളൂ. ഇറ്റ്സ് എ ബിസിനസ് ഫോർ ദം. അവർക്ക് ഇത് അതൊരു മറ്റേ സേവനമൊന്നുമല്ല. അവരിത് ഞങ്ങളെ വലുതാക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. അതൊരു ഷോ ആണ്, അതൊരു ഗെയിം ഷോ ആണ്. അതിന് കൃത്യമായിട്ടുള്ള അജണ്ടകളുണ്ട്, കൃത്യമായിട്ടുള്ള ബിസിനസ് ഐഡിയകളുണ്ട്. എന്താണോ ട്രാക്ഷൻ കിട്ടുക, എന്ത് വിറ്റാലാണോ അത് ബിസിനസ് ആക്കാൻ പറ്റുക, അവരത് വിൽക്കും. അതിൽ നത്തിങ് റോങ് ഇൻ ഇറ്റ്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ ബൈ മീ. തുടക്കത്തിൽ വീട്ടുകാർക്കും അവരുടെ ഫാമിലിക്കും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പറഞ്ഞു. ഉറപ്പായിട്ടും. പിന്നെ ഇവിടെ വന്നതിന് ശേഷം എന്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഒരു റിയാക്ഷൻ? എന്റെ വീട്ടുകാരുടെ ഏറ്റവും വലിയ പേടി എന്നുള്ളത് ഞാൻ ചെയ്തതിൽ അവർക്ക് പ്രശ്നമില്ല ഇൻ ദ സെൻസ് ഞാൻ അതിന്റെ അകത്ത് ചെയ്തതിൽ മാറ്റി ചെയ്യാമായിരുന്നു എന്നുള്ള അഭിപ്രായമുണ്ട്. അത് തെറ്റല്ല. ഓഡിയൻസിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കിയ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചൊക്കെ വേറെ രീതിയിൽ ചെയ്യാമായിരുന്നു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ എൻ്റെ അടുത്ത് നീ ചെയ്തത് തെറ്റാണെന്ന് എൻ്റെ വീട്ടുകാർ ആരും അടച്ചാക്ഷേപിച്ചില്ല. കാരണം അവർക്ക് തന്നെ അറിയാം. അവര് പുറത്തിറങ്ങുമ്പോൾ അവരുടെ ഏറ്റവും വലിയ പേടി ഞാൻ ഇതിനെ എങ്ങനെ എടുക്കും എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും വലിയ പേടി. ഇത് എന്നെ എങ്ങനെ അഫക്ട് ചെയ്യും, എന്റെ മെന്റൽ സ്റ്റേറ്റിനെ എങ്ങനെ അഫക്ട് ചെയ്യും, എന്റെ ഫിസിക്കൽ സ്റ്റേറ്റിനെ എങ്ങനെ അഫക്ട് ചെയ്യും, ഈ ബുള്ളിങ്ങും ഈ പറയുന്ന വെറുപ്പും ഈ പറയുന്ന ഹീറ്റ് കോമന്റ്സും ഈ പറയുന്ന ഉപദ്രവങ്ങളെല്ലാം എന്നെ എങ്ങനെ അഫക്ട് ചെയ്യുന്നുള്ളതായിരുന്നു അവരുടെ പേടി. എന്നെ വിളിച്ചിട്ട് ഞാൻ ചില്ലാന്ന് പറഞ്ഞ സമയത്ത് അപ്പം തന്നെ അവർ പറഞ്ഞു, നീ ചില്ലാണെങ്കിൽ ഞങ്ങൾ ചില്ലാണെങ്കിൽ എന്ന് പറഞ്ഞു. നമ്മൾ സ്നേഹിക്കുന്ന കുറച്ച് പേര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ലോകം മുഴുവൻ എതിർക്കുന്ന എന്താ പ്രശ്നം? ഞാൻ അകത്ത് വെച്ച് പറഞ്ഞൊരു ഡയലോഗ്, ആ സ്റ്റിക്കർ ഒട്ടിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, കാലണ്ട 18 പേര് എനിക്കെതിരെ നിന്നാൽ കുഴപ്പമില്ല, വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരാളെന്റെ കൂടെ ഉണ്ടെങ്കിൽ അത് മതി ഞാൻ പറഞ്ഞു. മതി. ഇപ്പം കഴിഞ്ഞ ദിവസം ജസ്മിനും ജാസ്മിനും തമ്മിലുള്ള ഫിസിക്കൽ റിസൾട്ടും കാര്യങ്ങളൊക്കെ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണല്ലോ. യഥാർത്ഥത്തിൽ ഗബ്രി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല എന്നത് അങ്ങനെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ എനിക്കും ഒരു പരിധി വരെ ഞാൻ പറയാം അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ സാധ്യതകൾ വളരെ കുറവാണ്. കാരണം റസ്മിൻ എൻ്റെ അടുത്ത് ഇതേവരെ ചോദിച്ചിട്ടില്ല നിങ്ങൾ പ്ലാൻ ചെയ്ത് വന്നതാണോ. ഞാൻ ഇറങ്ങിയതിന്റെ പിറ്റേ ദിവസമാണ് റസ്മിൻ ആദ്യമായിട്ട് ആ ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ അതിലൊക്കെ അവരുടെ ഗെയിം പ്ലാനുകൾ ഉണ്ടാവാം. ഗെയിം എല്ലാവരെയും ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തു ഞാൻ ഇറങ്ങിയതിനു ശേഷം. ജാസ്മിൻ കോർണർഡായി. പക്ഷെ ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊക്കെ എക്സ്പോസ്ഡ് ആവാണ്. ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളും പുറത്തേക്ക് വരികയാണ്. എന്നെ ചിലപ്പോൾ ഒരു ത്രെറ്റായിട്ട് അവർ കൺസിഡർ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഞാനുള്ളപ്പോൾ പറഞ്ഞു നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം എൻ്റെ അടുത്ത് സംസാരിക്കാതിരുന്നത്. അതുകൊണ്ടായിരിക്കും ജാസ്മിന് ഞാൻ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്താലോ എന്നുള്ള പേടി കൊണ്ടായിരിക്കാം ഇത്രയും നാൾ അത് കാണിക്കാതിരുന്നത്. ഞാൻ അറിയാൻ ഞാൻ ഒരുപാട് പേര് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടു. അതായത് ഇത് പ്ലാൻ ചെയ്ത് വന്നതാണ്, അതിനുശേഷം പ്ലാനിങ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സീരിയസ് ആയിട്ടാണ്. ഇറ്റ്സ് വെരി ഫണ്ണി ഫോർ മീ. ഐ ഡോണ്ട് റിയലി കെയർ അബൌട്ട് ഇറ്റ്. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഗെയിം ഞാൻ ആ വീടിന്റെ പടിവാതിൽക്കൽ ഇട്ടിട്ടാണ് ഞാൻ ആ വേദിയിൽ വന്ന് നിന്നത്. ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഇത് ഒരു ഇന്റർവ്യൂ ആയതുകൊണ്ടും അതിനെക്കുറിച്ച് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടുമാണ് ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവുകൾ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ റസ്മിനുമായിട്ടുള്ള ഇഷ്യൂല് ജാസ്മിൻ എടുത്തൊരു നിലപാടുണ്ടല്ലോ. Absolutely beautiful. That's Jasmine. അതാ ഞാൻ പറഞ്ഞു. Jasmine is a very humane, very empathetic, very genuine person. എത്ര ഉപദ്രവിച്ചാലും എത്ര ചവിട്ടി അരച്ചാലും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ അവളത് വിട്ടിട്ട് തിരിച്ച് അവരുടെ അടുത്തേക്ക് വരും. അത് ഇൻ എ വേ ഇറ്റ്സ് എ വെരി ബാഡ് തിങ്. കാരണം അവൾ ആൾക്കാരുടെ അടുത്ത് ഉപയോഗിക്കും, അവളൊരു ദേഷ്യം തീർക്കും, പക്ഷെ അവൾ തിരിച്ചു വരും. അതാണ് ജാസ്മിൻ്റെ ദാറ്റ്സ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് എന്ന് പറയുന്നത്. കാരണം ഉള്ളിൽ കളവില്ല, ഉള്ളിൽ കളങ്കമില്ല, ആലോചിക്കണില്ല, വെറുക്കണില്ല. ആരും ഗെയിമായിട്ട് എടുക്കുന്നുണ്ട്. ജാസ്മിനെ അടിച്ചതിന് ശേഷം പോലും അവളവിടെ കുറ്റമല്ല പറയണത്, അവളവിടെ അടിയല്ല ഉണ്ടാക്കണം. അവളവിടെ നിന്നിട്ട് കണ്ണിനെ വെള്ളം ഒഴിച്ചിട്ട് അവൾ പറയുന്നത് എന്താ, എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കേണ്ടതാണ്. ക്യാരക്ടർ ഇട്ടിട്ടില്ല. സോ ബ്യൂട്ടിഫുൾ, സോ ഹാർട്ട് ടച്ചിങ്. എനിക്ക് ആക്ച്വലി ഭയങ്കര ഇമോഷണലായിട്ട് ഫീൽ ചെയ്തു. എനിക്ക് ആ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയ നിമിഷം തൊട്ട് ഈ നിമിഷം വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച നിമിഷം അത്. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ജാസ്മിൻ അവിടെ ഒറ്റയ്ക്ക് നിൽക്കില്ല. അപ്പോഴും ഗബ്രി പോന്നതിന് ശേഷമുള്ള എപ്പിസോഡുകൾ കാണുമ്പോൾ അതെ ജാസ്മിന് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ജാസ്മിൻ ഗബ്രി തിരിച്ചു വരുന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ്. അതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗബ്രിയുടെ ഒരു ഫീൽ എന്താണ്? എനിക്ക് സങ്കടമാണ്. പക്ഷെ ഞാനത് ഒരു പരിധിവരെ കാണിക്കുന്നില്ല. കാരണം ഇനി ഞാൻ ഗെയിമിൽ ഇടപെട്ടിട്ട് കാര്യമില്ല. ഇനി ഞാൻ ഗെയിമിനെ കുറിച്ച് സംസാരിച്ചത് കൊണ്ടോ ഗെയിമിനെ കുറിച്ച് ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇവിടെ അങ്ങനെ എങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ്സ് എ ഗെയിം. ഇനി അത് അവരുടെ ഗെയിമാണ്, അപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഗെയിമാണ്. അതിൽ എനിക്ക് അഭിപ്രായങ്ങൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതിലെനിക്ക് വ്യക്തമായിട്ടുള്ളൊരു നിലപാടുകൾ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇറ്റ്സ് ദെയർ ഗെയിമാണ്. ജാസ്മിൻ ഇസ് എ വെരി സ്ട്രോങ് പ്ലെയർ. ഞാൻ ഇറങ്ങിയ ദിവസം കാരവാനിലിരുന്ന് ഞാൻ എന്നോട് ഇന്റർവ്യൂ ഏഷ്യാനെറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത്
വ്യക്തമായിട്ട് ഞാനൊരു കാര്യം പറയാം. അവരെന്നോട് പറഞ്ഞു ജാസ്മിൻ ഇപ്പൊ ഭയങ്കര നെഗറ്റീവാണ്. നെഗറ്റീവ് മാറാൻ ഒരു ആഴ്ച മതി. കാരണം ജാസ്മിൻ എന്ന് പറയുന്ന ഗെയിമറിനെതിരെ പറയാനായിട്ട് പ്രത്യേകിച്ച് അലിഗേഷൻസ് ഒന്നും ആ ഗെയിമിലില്ല. അവളുടെ എതിരെ ഉപയോഗിക്കാവുന്ന ആയുധം ഞാനായിരുന്നു. എന്നെ ഈ ക്വസ്റ്റ്യൻ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ജാസ്മിന് ഫ്ലോസ് ഇല്ല, പിന്നെ വൃത്തിയില്ലാത്തവളെന്ന് മാത്രം പറയാൻ പറ്റും. അത് എന്തോരം പറയാൻ പറ്റും? ഒരു പരിധി വിട്ടാൽ പറയാൻ പറ്റില്ല. അല്ലാതെ തെറ്റുകൾ ജാസ്മിൻ ചെയ്യുന്നില്ല. ഷീ ഇസ് വെരി കമ്പാഷനേറ്റ്, വെരി ലവിങ്, വെരി കെയറിങ് പേഴ്സൺ. അപ്പോൾ അവൾക്ക് ഇത് ഉപയോഗിക്കാവുന്ന ഒരു സാധനം മാറ്റി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവൾക്ക് ഇതിലൂടെ നെഗറ്റിവിറ്റി കുറെ പോസിറ്റിവിറ്റി ആവുമെന്ന് എനിക്കറിയാം. അന്ന് ഞാൻ പറഞ്ഞത് തന്നെയാണ് നടന്നത്. ഹൻസിബയെ കുറിച്ചും നോണിനെ കുറിച്ചും ശ്രീരേജിനെ കുറിച്ചും ഓരോരുത്തരെ കുറിച്ചും ശരണ്യജിനെ കുറിച്ചും ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ ആഴ്ച എക്സ്പോസ് ആയിട്ടുള്ളത്. ആദ്യത്തെ ആഴ്ചയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ എക്സ്പോസ് ആയത്. അത് എനിക്ക് ചൂണ്ടിക്കാണിക്കുന്ന കുറെ പ്രേക്ഷകരുണ്ട്. അതായത് ലൈവിന്റെ താഴെ നോക്കി കഴിഞ്ഞാൽ ഇതാണ് ഗബ്രി പറഞ്ഞത്, പ്രെഡിക്ട് ചെയ്തത്, അല്ലെങ്കിൽ അവൻ മനസ്സിലാക്കിയിരുന്നു എന്ന് പറഞ്ഞിട്ട് കുറെ കമന്റ്സ്. അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ ഇപ്പോഴെങ്കിലും ആളുകൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ, അതായത് അന്ന് ഞാൻ പറഞ്ഞത് ശരിയായിരുന്നു എന്നുള്ളത്. ആ കാര്യത്തിൽ നോക്കുമ്പോൾ ദിസ് വീക്ക് വാസ് വെരി ബ്യൂട്ടിഫുൾ. പിന്നെ ശ്വേത ചേച്ചിയുടെ പോലെയും നമ്മുടെ സാബുചേട്ടന്റെ പോലെയും രണ്ട് കിഡിലും ഗെയിമേഴ്സ് വരുന്ന സമയത്ത് അവരുടെ കൂടെ അവിടെ നിൽക്കാൻ പറ്റാത്തത് എനിക്ക് ഒരുപാട് വിഷമമുണ്ട്, ഭയങ്കര സങ്കടമുണ്ട്. കാരണം it could have been a lot more interesting. ഈ ഗെയിം ആ ഹോട്ടൽ ടാസ്ക് ആണെങ്കിലും there was a lot of things that you could have done. സാബുചേട്ടനെ പോലെ ഒരു കിഡിലെ ആളായിട്ട് അത് കിട്ടിയിട്ട് അവരത് തൊട്ടുപോലും നോക്കിയിട്ടില്ല. പേടി കൊണ്ടാണോ അല്ലെങ്കിൽ ഇന്റിമിഡേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അല്ല, ഇന്റിമിഡേറ്റഡ് ആയിട്ടൊന്നുണ്ടായിരിക്കും. കാരണം പുള്ളിയുടെ അടുത്ത് മുട്ടി നിൽക്കാൻ ഇപ്പം അതിനകത്ത് ആരുമില്ല. ജിൻഡോ ചേട്ടൻ വരെ ഇങ്ങനെയാണെന്നില്ല. കാരണം പുള്ളിയുടെ വായിൽ വർത്താനം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ അറ്റ്ലീസ്റ്റ് ട്രെയിനിങ് ചെയ്തില്ല. ഞാൻ അറ്റ്ലീസ്റ്റ് കയറി ഒന്ന് മുട്ടിയെങ്കിലും നോക്കിയാണ്, റിസ്ക് എടുത്തിട്ടാണെങ്കിൽ. പക്ഷെ അതൊക്കെ കാണുന്ന സമയത്ത് എന്ത് ബ്യൂട്ടിഫുൾ ആണ്, എന്ത് രസമായിട്ടാണ് പുള്ളിക്കാരി ആ ടോട്ടൽ സിനാരിയോനെ ഹാൻഡിൽ ചെയ്യാണ്. ഉപദേശങ്ങൾ കൊടുക്കുമ്പോഴാണെങ്കിലും ഗെയിമിന്റെ പെർസ്പെക്റ്റീവുകളാണെങ്കിലും ഷീ ഇസ് വെരി ബ്യൂട്ടിഫുൾ, ഷീ ഇസ് വെരി നൈസ്. അങ്ങനെയുള്ള രണ്ട് ക്യാരക്ടേഴ്സിനെ കാണാൻ പറ്റാത്തതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം അവരെ അടുത്തിറങ്ങി കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പോഴാണെങ്കിൽ നമുക്ക് ആ സൗഹൃദം കീപ്പ് ചെയ്യാം. ഇതിപ്പോ എനിക്ക് കണ്ട് സംസാരിക്കാം, പക്ഷെ മറ്റേ പോലെ അതിന്റെ അകത്തുള്ള ബോണ്ടിങ് എനിക്ക് കിട്ടിയില്ല. IELTS ഇനി റിസൾട്ട് ഉള്ളിടത്ത് പഠിക്കാം. നീതൂസ് അക്കാഡമി, ദി ബെസ്റ്റ് ലാംഗ്വേജ് അക്കാഡമി ഇൻ കേരള. ഈ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് പല സെലിബ്രിറ്റീസ് ആണെങ്കിൽ പോലും പറയുന്നത് പുറത്തിറങ്ങി വരുമ്പോൾ അത് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പുറത്തിറങ്ങി വന്ന സമയത്ത് ഞാനത് കൃത്യമായിട്ട് ചിന്തിച്ചായിരുന്നു. ഞാനിപ്പോൾ നമ്പായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്തോ സ്ട്രെങ്ത്തിന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിനോട് റിയാക്ട് ചെയ്യാറുള്ളത്. പക്ഷേ ഞാൻ അനുഭവിക്കുന്നതിന്റെ 10 ഇരട്ടിയാണ് ജാസ്മിനെതിരെയുള്ള സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ അറ്റാക്ക് വരുന്നത്. അൺഫെയർ ആണ്, തികച്ചും അനീതിയാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇതൊരു ഗെയിമാണ്. നമ്മുടെ ഓഡിയൻസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഗെയിമാണ്. അതിൻ്റെ അകത്തൊരു വ്യക്തി എന്ത് ചെയ്താലും അയാളുടെ ക്യാരക്ടറിനെല്ലാം കാണിക്കുന്നത്, അയാളുടെ ഗെയിമിനെ കുറ്റം പറയുന്നത്. ഗെയിമിനെ കുറ്റം പറയാം. ഒരാള് ഗെയിമിൽ ഒരാളെ ചീത്ത പറഞ്ഞു, അത് ഗെയിമിലാണ് പറയുന്നത്, റിയൽ വേൾഡ് അല്ല, അത് വേറൊരു വേൾഡാണ്. അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ജാസ്മിൻ അതല്ല. ജാസ്മിൻ ഇസ് വെരി കമ്പാഷനേറ്റ്, വെരി ലവിങ്, കെയറിങ് പേഴ്സൺ. അവളുടെ ആ ഒരു സൈഡ് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വെറുക്കാൻ പറ്റില്ല അവൾ. പക്ഷെ അത് മനസ്സിലാക്കുന്നില്ല. അത് അജണ്ട ആവാം, PR വർക്കുകളാവാം, അല്ലെങ്കിൽ പേഴ്സണൽ ഗ്രഡ്ജസ് വെച്ചിട്ടുള്ള അറ്റാക്കുകളാവാം, എനിക്കറിയില്ല. ആരെങ്കിലും ഒക്കെ ആഗ്രഹങ്ങളാവാം, എനിക്കറിയില്ല. പക്ഷെ വെരി അൺഫെയർ. ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഹാർഡ് ഫോർ ഹർ. പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് കോപ്പ് അപ്പ് ചെയ്യാനായിട്ട്. പക്ഷെ ഐ ഫീൽ ലൈക്ക് ജാസ്മിൻ ഇസ് വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് പേഴ്സൺ ഐ എവർ മെറ്റ് ഇൻ മൈ ലൈഫ്. ജീവിതത്തിന്റെ ഏറ്റവും തകർച്ചകളിൽ നിന്ന് അത്രയും കഷ്ടപ്പെട്ട് പിടിച്ചു കയറി വന്ന് കുടുംബത്തിനെയും ഒപ്പം പിടിച്ചു കയറ്റിക്കൊണ്ട് വന്ന് അതേ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നവളാണ് ജാസ്മിൻ. അവർക്ക് ഈ പറയുന്ന സൈബർ ബുള്ളിങ് കൊണ്ട് മാത്രം തകർന്നു പോകുന്ന വെച്ചാൽ ഇല്ല. ഷീൽ സർവൈവ് 1 year another, ഷീൽ സർവൈവ്. ആൻഡ് ഓബ്വിയസ്ലി ഞാൻ അതിൻ്റെ അകത്ത് വെച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതിൻ്റെ അകത്ത് എൻ്റെ കൂടെ നിന്ന ഒരാളാണ് ജാസ്മിൻ. ജാസ്മിൻ പുറത്തിറങ്ങുന്ന സമയത്ത് ഞാൻ ജാസ്മിന്റെ സൈഡിൽ ചൂടായിട്ട് ഉണ്ടാവും. ആ സമയത്തെ ഇത്രയും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇത്രയും റീച്ച് ഉണ്ടെന്ന് എനിക്കറിയില്ല, ഇത്രയും TRP ഉണ്ടെന്ന് എനിക്കറിയില്ല, ഇത്രയും ട്രാക്ഷൻ ഈ കോണ്ടന്റിൽ ഉണ്ടെന്ന് എനിക്കറിയില്ല. നെക്സ്റ്റ് ലെവൽ PR, നെക്സ്റ്റ് ലെവൽ റീച്ച്. അതായത് കേരളത്തിൽ ഇത് സംസാരിക്കാത്തവരായിട്ട് ആരുമില്ല. അത് ഒരു ക്ലാസ്സിലുള്ള ആൾക്കാരും, ക്ലാസ് ഇൻ ദ സെൻസ് ഒരു രീതിയിലുള്ള ആൾക്കാരും ഇത് സംസാരിക്കാത്തില്ല. ഏറ്റവും മറ്റേ എലീറ്റ്സ് എന്ന് പറയാവുന്ന ആളുകൾ തൊട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധാരണക്കാരുടെ ഇടയിൽ വരെ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്.
ഓൾ കൈൻഡ്സ് ഓഫ് പീപ്പിൾ. അത് ഏജ് ഗ്രൂപ്പ് എടുത്തോ, കുഞ്ഞു പിള്ളേർ തൊട്ട് പ്രായമായിട്ടുള്ളവർ വരെ കംപ്ലീറ്റ് ആൾക്കാർക്ക് അറിയാം. എല്ലാവർക്കും അതിൽ പറയാനൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ അത്രയും ഡിസ്കസ് ആണ് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അപ്പൊ അത് ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു. അപ്പൊ അത് ജാസ്മിൻ ഞെട്ടും, ഉറപ്പായിട്ട് ഞെട്ടും. അപ്പം ബിഗ് ബോസ് ഇപ്പൊ ഈ ഒരു സീസൺ വന്ന് പകുതിയായപ്പോഴും ഏറ്റവും വലിയൊരു ചർച്ച എന്ന് പറയുന്നത് ബിഗ് ബോസിനെ പറ്റിയുള്ള ഒരു ചർച്ചയാണ്. കണ്ടു കാണുമല്ലോ പുറത്തിറങ്ങിയപ്പോൾ മത്സരാർത്ഥികളുടെ സ്റ്റേറ്റ്മെന്റും കാസ്റ്റിംഗ് കൗച്ച് തുടങ്ങിയതൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രി എങ്ങനെയാണ് ഇതിലേക്ക് പോകുന്നത്? ഞാൻ നോർമൽ പ്രൊഫഷണൽ ഓഡിഷൻ സെറ്റപ്പിലാണ് ഞാൻ പോയത്. എനിക്ക് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവരാണ് എന്നെ വിളിച്ച് ആദ്യമായിട്ട് സംസാരിച്ചത്. ഞാൻ ഇല്ലാന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ വിളിച്ച് ഞാൻ വരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഓഡിഷൻ അറ്റൻഡ് ചെയ്തു. കറക്റ്റ് ആയിട്ടുള്ള പ്രോസസ്സിലാണ്. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ടോട്ടൽ പ്രോസസ് വാസ് വെരി കംഫർട്ടബിൾ. ഞാൻ സംസാരിച്ചവരാണെങ്കിലും ഞാൻ ഇടപഴകിയവരാണെങ്കിലും എല്ലാവരും എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ദർ വാസ് നോ ഇൻസൈഡർ ഗെയിം, അണ്ടർ ദ ടേബിൾ ഒന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എല്ലാം വെരി എന്താ പറയുക വിസിബിൾ ആയിരുന്നു, സുതാര്യമായിരുന്നു എല്ലാം. അപ്പൊ എനിക്ക് ആ അലിഗേഷൻസിനോട് അത്രത്തോളം യോജിപ്പില്ല. കാരണം എനിക്കറിയില്ല. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വാസ് വെരി ഗുഡ്, വെരി പ്രൊഫഷണൽ എക്സ്പീരിയൻസ്. അപ്പൊ എനിക്ക് ആ പെർസ്പെക്റ്റീവേ പറയാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഒരുപാട് ആഗ്രഹിക്കുന്ന ആളാണ് ലാലേട്ടൻ. അപ്പൊ ലാലേട്ടനൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുക, എല്ലാ ആഴ്ചയും വരിക, നമ്മളെ പേര് വിളിക്കാൻ പറയുന്നത് ഭയങ്കര ഭാവമുണ്ടായിരുന്നു. എങ്ങനെയാണ് അതിനൊക്കെ ഒന്ന്? അതാണെങ്കിൽ അത് ഞാൻ ഫസ്റ്റ് ദിവസം അവിടെ എങ്ങനെയാണ് അറിയുള്ളൂ. എൻ്റെ കുട്ടികൾ ഫസ്റ്റ് ദിവസം ആദ്യത്തെ ആഴ്ച എന്നെ ചീത്തയിട്ട് കഴിഞ്ഞപ്പോൾ അത് ഇല്ലാണ്ടായി പോയി. പക്ഷെ പിന്നെ ഞാൻ നോക്കി, പിന്നെ എനിക്ക് മനസ്സിലായി പുള്ളി പറയുന്നത് എന്താണെന്നുള്ളത്. അപ്പോൾ ഐ വാസ് കംപ്ലീറ്റ്ലി ഫൈൻ. ഐ വാസ് റെഡി ടു ഹാവ് ദാറ്റ് ക്രിറ്റിസിസം. ചീത്ത പറയാനാണെങ്കിലും ആൾ എന്നെ കുറിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഫസ്റ്റിൽ ഞാൻ ഇറങ്ങി വന്ന ദിവസമാണെങ്കിലും ഐ ഫെൽറ്റ് ലൈക്ക് ഹി വാസ് വളരെ ഹാപ്പി. എന്താ പറ്റിയത്, എന്തിനാണ് മോനെ ഇങ്ങനെ ചെയ്തത് എന്നുള്ള രീതിയിൽ ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കുന്നത് എനിക്ക് അതാണ് എനിക്ക് വിശ്വസിക്കാൻ ആഗ്രഹം. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഐ ഫീൽ ലൈക്ക് എന്നെ ആദ്യം എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ പിന്നെ പതുക്കെ ആ ഇമേജ് മാറി വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ സീസൺ ഐ മീൻ മൈ ഗെയിം ഐ ഫെൽറ്റ് ലൈക്ക് ഹി ആക്ച്വലി കൈൻഡ് ഓഫ് ലൈക്സ് മീ. അപ്പോൾ അതൊക്കെ ഭയങ്കര പറയാനില്ല. അങ്ങനെയല്ല, എല്ലാവരും വിഷു കഴിഞ്ഞിട്ട് എല്ലാവർക്കും വിഷു കഴിഞ്ഞിട്ട് നല്ലതല്ലോ. ശരിക്കും ഗബ്രി എന്താണ് ചെയ്തത്? എന്താണ് ഇനി അടുത്ത പ്ലാനിങ്? എനിക്ക് നല്ല സിനിമകളുടെ ഭാഗമാണ്, നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം. എനിക്കിപ്പോൾ സിനിമയിൽ ആക്റ്റീവ് ആവണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. കുറേ നാൾ ടാലൻറ്റ് ഒക്കെ ഫൈനാക്കി വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നു. പിന്നെ ഞാൻ കുറച്ച് സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ കഴിഞ്ഞു. ഇതിൻ്റെ അകത്ത് വെച്ചിട്ടാണെങ്കിൽ വക്കീൽ പരീക്ഷ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള മെൻ്റൽ ബുദ്ധിമുട്ടുകളും ഇമോഷണൽ ട്രോമയും എല്ലാം ഉണ്ട്. പക്ഷേ ഇനി അതിൻ്റെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഒരു റിസൾട്ടായിട്ട് നമ്മൾ പണിയെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ചെയ്യുമെന്നായിരുന്നു വിശ്വസിക്കുന്ന ഒരാളാണ്. ഇനി ആ റിസൾട്ടിന് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. നല്ല സിനിമകളുടെ ഭാഗമാണ്, നല്ല സ്ക്രിപ്റ്റുകൾ കിട്ടണം, നല്ല നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ നല്ല ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റണം. അതൊക്കെയാണ് വിളിച്ചു. ഞാൻ ആരും വിളിച്ചില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എനിക്ക് ഫോൺ ഉപയോഗിക്കാൻ കുറച്ച് പിരീഡാണ്. അപ്പോൾ രതീശേട്ടൻ വിളിച്ചു. ആദ്യം വിളിച്ചത് സിബിൻ വിളിച്ചു, പൂജ വിളിച്ചു, രതീശേട്ടൻ വിളിച്ചു, നിശാൻ ചേച്ചി വിളിച്ചു, അങ്ങനെ കുറേ പേര് വിളിച്ചായിരുന്നു. എനിക്ക് മാറി ഗെയിം സ്ട്രാറ്റജി പേഴ്സണലി ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ബിക്കോസ് ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പോയി കഴിയുമ്പോൾ വേറെ കാര്യം പറയുന്നത് ഐ ഫെൽറ്റ് ലൈക്ക് ഇറ്റ്സ് എ ലിറ്റിൽ അൺഫെയർ. അത്രേ ഉള്ളൂ. അപ്സര ഇസ് എ നൈസ് പേഴ്സൺ ഇൻ റിയൽ ലൈഫ്. അപ്സരയ്ക്ക് അപ്സരയുടേതായിട്ടുള്ള മൂഡ് സ്വിങ്ങുകളുണ്ട്. പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ക്യാരക്ടറാണ് അപ്സര. പിന്നെ അപ്സര പറയുന്നതാണ് ശരിയെന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നതാണ് അപ്സര. അതിൻ്റെതായിട്ടുള്ളൊരു പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത് ഓരോരുത്തരുടെയും രീതികളാണത്. അതിൽ ഒരു പക്ഷേ ഈ പവനും ഇങ്ങനെയുള്ള ഒരു സംഭവം ഈ ഗെയിമിൽ ഇല്ലായിരുന്നെങ്കിൽ, ഈ സീസണിൽ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ അവിടെ നിൽക്കുന്ന പലരും ഇതിനു മുമ്പേ പുറത്തു പോകേണ്ടതായിരുന്നു. തീർച്ചയായിട്ടും. കാരണം സേഫ് ഗെയിം കളിക്കാൻ ഇപ്രാവശ്യം കുറച്ചുകൂടി എളുപ്പമായിരുന്നു. കാരണം ഇൻഡിവിജ്വൽ പെർഫോമൻസുകൾക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഗ്രൂപ്പ് പെർഫോമൻസിനായിരുന്നു. അപ്പോൾ ആ ഗ്രൂപ്പ് പെർഫോമൻസിൽ ഇപ്പം എൻ്റെ ഗ്രൂപ്പിൽ ഞാൻ മാത്രം കളിച്ചാൽ മതി, ഗ്രൂപ്പിനെ മൊത്തം സേഫ് ആക്കാനായിട്ട്. അങ്ങനെ വരുമ്പോൾ ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് വിയേർഡ്. പക്ഷെ അല്ലാതെ പക്ഷെ എല്ലാ സീസണും ഒരുപോലെ ആയി കഴിഞ്ഞാലും ഫണ്ണില്ലല്ലോ. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. ആളുകൾ പറയുന്നുണ്ട് ഇത് ഭയങ്കര ബോറിംഗ് ആണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഐ ഫെൽറ്റ് ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. ബാക്കിയുള്ള സീസൺ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വേറൊരു കോൺസെപ്റ്റ്, ഫ്രഷ് കോൺസെപ്റ്റ് വരുമ്പോഴല്ല അത് ഫൺ. അത് സത്യം പറഞ്ഞാൽ ഓണസ്റ്റ്ലി പറഞ്ഞാൽ അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ സ്റ്റേജ് ഓഫ് ദി ഗെയിം ഇസ് വെരി ഹാർഡ് ടു പ്രെഡിക്റ്റ്. സപ്പോർട്ടിന്റെ കാര്യത്തിലാണെങ്കിൽ എല്ലാവരും ഏകദേശം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞൊക്കെയാണ് നിൽക്കണം. ഒരു 2-3 ആഴ്ച കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. ഐ ഫീൽ ലൈക്ക് ജിൻഡോ ചേട്ടൻ ഇസ് 100%, ജാസ്മിൻ
ഉണ്ടാവണം, ഇവരൊക്കെ ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. ജിൻഡോ ചേട്ടൻ എന്തായാലും ഉണ്ടാവും, ജാസ്മിൻ ഉണ്ടാവും, സിജോ സപ്പോർട്ട് കണ്ടിട്ട് ഐ ഫീൽ ലൈക്ക് അർജുൻ, അപ്സര അല്ലെങ്കിൽ ശ്രീ ഇതായിരിക്കണം ടോപ്പ് 5 എനിക്ക് തോന്നുന്നു. ഇപ്രാവശ്യം ടോപ്പ് 5 ഉണ്ടോന്ന് പോലും എനിക്കറിയില്ല. ചിലപ്പോൾ ഈ കോൺസെപ്റ്റേ ആയിരിക്കില്ല, ചിലപ്പോൾ ലാസ്റ്റ് ഒരു ടീം ആയിട്ടായിരിക്കും ചിലപ്പോൾ കയറാൻ പോകുന്നത്. ഇപ്പം ബിഗ് ബോസ് ഇറങ്ങി ഇവിടെ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ജാസ്മിൻ അല്ലാതെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന കാര്യം വീട് തന്നെ ഗെയിമുകളാണ്. ഞാൻ അവിടെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളത് ആ ഒരു സെറ്റും അവിടെയുള്ള ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് കളിക്കുന്ന ടാസ്കുകളാണ്. അതുകൊണ്ട് തന്നെ റെഡിറ്റിൽ ആ പേജിൽ കൃത്യമായിട്ട് ദേ കോൾ മീ ടാസ്ക് മാസ്റ്റർ, ബിക്കോസ് അവർക്കറിയാം ഞാൻ എത്രത്തോളം ആ ടാസ്കുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അത് ചെയ്യാനായിട്ടുള്ള എൻ്റെ ആഗ്രഹം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അവിടുത്തെ ഇന്നത്തെ സ്പോൺസർ ടാസ്ക് കണ്ടപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഫണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എനിക്ക് പിന്നെ 100% കൊടുക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. എനിക്കിപ്പോൾ ഗെയിമിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്റർടൈൻമെന്റിന്റെ കാര്യത്തിലാണെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മാക്സിമം കൊടുക്കാൻ താല്പര്യമുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ടാസ്കുകൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യും. ഒരുപാട് ഇമെയിൽസ്, hundreds and thousands of emails, ഒരുപാട് ഇമെയിലുകൾ, അതെല്ലാം സ്റ്റേ സ്ട്രോങ് ഇറ്റ്സ് ഗോയിങ് ടു ബി ഫൈൻ. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് ആ പ്രഷർ അത്രയും ഫീൽ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇത് കാണുമ്പോൾ നമുക്ക് അത്രയും സന്തോഷം. ആ കാര്യത്തിൽ PTE ഇനി റിസൾട്ട് ഉള്ളടുത്ത് പഠിക്കാം. നീതൂസ് അക്കാഡമി, ദ ബെസ്റ്റ് ലാംഗ്വേജ് അക്കാഡമി ഇൻ കേരള. ഞാൻ ഫംഗ്ഷൻ പോയ സമയത്ത് കുട്ടികളാണ് എൻ്റെ അടുത്ത് കൂടുതൽ വരുന്നത്. അതായത് പെൺകുട്ടികൾ വരുന്നുണ്ട്, ഏറ്റവും കൂടുതൽ വരുന്നത് ആ ഒരു കോളേജ് ഏജിലുള്ള പെൺകുട്ടികൾ തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ എനിക്കിഷ്ടവും അതായത് നമ്മുടെ അടുത്ത് വരുമ്പോൾ കുഞ്ഞു പയ്യന്മാരും കുഞ്ഞു കുട്ടികളും ഓടി വന്ന് ചേട്ടാന്നൊന്നും ഗബ്രി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് അവരുടെ മനസ്സിൽ നമുക്കൊരു സ്ഥാനം ഉണ്ടെന്ന് പറയുമ്പോൾ ഇറ്റ്സ് വെരി നൈസ്. ഒരുപാട് നല്ല സിനിമകൾ സംഭവിക്കട്ടെ. സിനിമകൾ ചെയ്യാൻ അവസരം കിട്ടട്ടെ. എല്ലാവിധ ആശംസകളും. Thank you so much.